കോട്ടയം സ്വദേശിയായ കീബോർഡിസ്റ്റ് രഞ്ജു ജോണിനെ കാണാതായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് കാണാതായിട്ട് ഇപ്പോൾ 7 ദിവസങ്ങൾ പിന്നിടുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നതും കത്തിപ്പടരുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും ഇപ്പോൾ ജാഗ്രത ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. അവനെ ഞങ്ങളെ ജൂൺ 2-ാം തീയതി വന്ന് കണ്ടച്ച് പോയി ഞങ്ങളെ രണ്ടുപേരെയും. പിന്നെ അവനെപ്പറ്റി ഒരു വിവരവുമില്ല. പിന്നെ അവരുടെ വീട്ടിൽ കുടുംബ പ്രശ്നം ഉണ്ടെന്ന് ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നത്. അവിടെ നടന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അവൻ എവിടെ പോയി എന്താ പോയെന്ന്. പക്ഷെ എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. അവനെ എവിടുന്നേലും. നമ്മൾ പോലീസിലൊക്കെ പരാതി കൊടുത്തപ്പോൾ അവരെന്താണ് ഇപ്പം പറയുന്നത്? അവരന്വേഷിക്കുന്നുണ്ട്. ചെന്നൈയിലോട്ട് പോലീസ് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അന്വേഷണം ആരംഭിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവനെ കണ്ടു കിട്ടണം. എന്തെങ്കിലും പറഞ്ഞിട്ടായിരുന്നോ വീട്ടിൽ നിന്ന് പോകുന്നതോ? ഞങ്ങളെ വന്ന് കണ്ടമ്മ 2 ദിവസം കഴിയുമ്പോൾ വരാമെന്നും പറഞ്ഞു പോയത്. വരുമെന്നും പറഞ്ഞാ പോയെ. റെക്കോർഡിംഗ് ഉണ്ടെന്നും പറഞ്ഞ ആലപ്പുഴ റെക്കോർഡിംഗ് ഉണ്ടെന്നും പറഞ്ഞാ പോയത്. 9 ദിവസമായി. ഇതുവരെ കുഞ്ഞിനെ പറ്റി ഒരു വിവരവും ഇല്ല. എവിടെയോ എന്താന്ന് നോക്കൂ. എങ്ങനെയാലും തേടി പിടിച്ചു തരണം അവന്. സംഭവം 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ കണ്ടില്ല. ഒരു കീബോർഡ് എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയതാണെന്ന് പറഞ്ഞു. എന്നോട് കീബോർഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഒരു ന്യൂസിൽ കണ്ട്. പക്ഷേ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വിളിക്കുമ്പോൾ എല്ലാ കൂട്ടുകാരും ഒരുമാതിരിപ്പെട്ടവരെല്ലാം പറയുന്നത് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പുള്ളി അതുകൊണ്ടാണ് വീട്ടിൽ പോകായിരുന്നു എന്ന് പറഞ്ഞു. ഈ 6 മാസമായിട്ട് വീട്ടിൽ ചെല്ലുന്നില്ലെന്നുള്ള കാര്യം മിസ്സായി കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. കാരണം നമ്മളിവിടെ വന്നിട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്ന വീട്ടിൽ ചെല്ലുന്നുണ്ടെന്ന്. പക്ഷേ ഈ 6 മാസം പുള്ളി ഓരോ കൂട്ടുകാരുടെ എടുക്കുക, പരിപാടി കഴിഞ്ഞ് അവിടെ സ്റ്റേ ചെയ്തും അങ്ങനെയൊക്കെയാണ് പോയെന്നുള്ള ഇപ്പോഴാണ് അറിയുന്നത്. നമ്മളിതിനിടയ്ക്ക് ഒരാഴ്ചയെങ്കിലും കാണാതിരിക്കുമ്പോൾ തന്നെ ആരെല്ലാം അറിയിച്ചിരുന്നത് നമ്മളതിൻ്റെ ഈ മാറി നിൽക്കുന്ന വിഷയം ഒന്ന് പരിഹരിക്കാൻ നോക്കിയേനും. ഇതിപ്പോൾ പോയി കഴിഞ്ഞാണ് പറയുന്നത്. നമ്മളെ ആരും വീട്ടിൽ നിന്ന് വിളിച്ച് ആരും ഇൻഫോം ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട്. അപ്പോൾ ഇവരെ കൂട്ടുകാർ പറയുമ്പോഴാണ് നമ്മളിതെല്ലാം അറിയുന്നത്. ഇപ്പോൾ 9 അമ്മ പറഞ്ഞ അനുസരിച്ച് 9ാമത്തെ ദിവസം കണ്ടിട്ട് പോയതായിരിക്കാം. 7 ദിവസം 4-ാം തീയതിയാണ്. ലാസ്റ്റ് അവിടെ ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് പുള്ളി വീട്ടിലോട്ട് വിളിച്ചെന്നാണ് പറഞ്ഞത്. ഫോണ് ചാർജ് ഇല്ല, അതുകൊണ്ട് ഓഫാകും, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ആയെന്ന് പറഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തിൻ്റെ ദിവസം കഴിഞ്ഞാണ് എന്നെ വിളിച്ച് പറയുന്നത് കേസ് കൊടുക്കാൻ പോകുന്ന അവരുടെ അമ്മ വിളിച്ച് പറഞ്ഞു. അപ്പോൾ 7-ാം തീയതി ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ട്. ഞാനും ഇവിടെ ചെന്നാണ് 2-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അന്ന് ഞാനും ഉണ്ട് അവിടെ. അത് കഴിഞ്ഞാണ് അവർ ആലപ്പുഴയിലോട്ട് കേസ് റെഫർ ചെയ്തത്. പോലീസിൽ നിന്ന് പിന്നെ എന്തെങ്കിലും വിവരങ്ങളോ അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നത്? എങ്ങോട്ടും അവർ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പലരെയും വിളിച്ച് ചോദിച്ചു. നമ്മളോട് അത് പറഞ്ഞിട്ടില്ല. അല്ല, ഇപ്പം ഇന്നലെ ഞങ്ങൾ ആലപ്പുഴ ഒരു പത്ര ന്യൂസ് കണ്ട് ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞ കണ്ട്. അത് നമുക്ക് അവസാനമായിട്ട് അറിയത്തില്ല. അല്ലാതെ വേറൊന്നും അറിയത്തില്ല. രഞ്ജു ആലപ്പുഴയിൽ നിന്ന് കയറിപ്പോയി, ബസ് കയറിപ്പോയി. തിരുവനന്തപുരത്ത് ചെന്നതായിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ സുഹൃത്ത് ജമൽസനെ വിളിച്ചായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ രഞ്ജുവിൻ്റെ വീട്ടുകാരാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തപ്പോൾ അവർ ഭാര്യ വീട്ടുകാർ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ കേസ് കൊടുത്തപ്പോഴത്തേക്ക് കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് അവർ പറഞ്ഞു. പക്ഷെ അതിനകത്താണ് ഞങ്ങൾക്ക് ഡൗട്ട്. രഞ്ജു വീട്ടിൽ പോകാതെ 6 മാസത്തോളം ഈ കലാകാരന്മാരുടെ വീട്ടുകളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ അവിടെ നിന്നുകൊണ്ട് 6 മാസത്തിന് ശേഷമാണ് വീട്ടിലോട്ട് ചെല്ലുന്നത്. ആ ചെല്ലുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വീട്ടിൽ ചെല്ലാൻ ഭയമാണ്, കാരണം ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് നിരന്തര ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ഞാൻ അതിനകത്ത് ഇടപെട്ടതുമാണ്. ഒരു ദിവസം പ്രോഗ്രാമിന് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജുവിൻ്റെ ഭാര്യ വന്ന് രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് സ്റ്റേജിന് സൈഡ് ഇറക്കൊണ്ട് പോയി. അതിൻ്റെ പുറകിൽ കൊണ്ടിട്ട് ആ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ കൊണ്ടിട്ട് രഞ്ജുവിനെ അടിക്കുന്ന കാഴ്ചയാണ്. അവരുടെ ബന്ധു ആണെന്ന് പറഞ്ഞാൽ അടിച്ചത്. 2 വട്ടം അടിച്ചപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു മാറ്റി. അങ്ങനെ രഞ്ജുവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ നിരന്തരമായി ശാരീരികമായും മാനസികമായും രഞ്ജുവിനെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കാശ് മാത്രം മതി. എപ്പോഴും ഞങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത്. ഗൂഗിൾ പേയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് CDM കൊണ്ട് പൈസ ഇട്ട് കൊടുക്കുന്നത്. പൈസയൊക്കെ നിരന്തരമായിട്ട് ഇട്ട് കൊടുക്കുകയും അതൊക്കെ പെർഫെക്റ്റാണ്. വീട് നോക്കുകയൊക്കെ ചെയ്യുന്ന രഞ്ജുവായിരുന്നു. വീടിൻ്റെ വാടക കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇവർ തമ്മിൽ എന്തോ മാനസികമായ അകൽച്ച ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മ വളരെ മൃഗീയമായ രീതിയിൽ ഇടപെട്ടിട്ടുള്ളത്. വാടാ പോടാന്നുള്ള വിളിയും ഒരു മരുമക്കളോടല്ല മക്കളോട് ഇടപെടുന്ന രീതിയിലൊന്നുമല്ല. അതിനകത്ത് ഞങ്ങൾക്ക് തികച്ചും സംശയമുള്ളത്, നേരത്തെ ഇവനെ പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവൻ തിരുവനന്തപുരത്ത് വീട്ടിൽ പോകാൻ വേണ്ടി ചെന്ന ആൾ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ മിസ്സാകാൻ കാരണം എന്താണ്? ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? അതെന്തെങ്കിലും വാഗ്വാദം ഉണ്ടായി ഇവനെ പഴയ പോലെ മർദ്ദിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. രഞ്ജു എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല.
പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട്. പോലീസിനോട് നമ്മൾ ഈ വീട്ടുകാർ മർദ്ദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതിയിൽ. പരാതി കൊടുത്തിരിക്കുന്നത് ഭാര്യ വീട്ടുകാരാണ്. അപ്പോൾ അവരൊരിക്കലും അവരുടെ ഭാഗം ന്യായമായിട്ട് അവർ പറയത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദിച്ച കാര്യമാണ് ഒരെണ്ണം പറഞ്ഞത്, അത് ഞാൻ കണ്ടത്. ഇവനെ ഒരു ദിവസം വീടിനകത്ത് പൂട്ടിയിട്ട് വെള്ളം പോലും കൊടുക്കാതെ അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഞങ്ങളുടെ പല സുഹൃത്തുക്കളോടും പലരും പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ കൂടിയപ്പോൾ ശരിയാണ്, ഇതിനെതിരെ നമ്മൾ എന്താണ് രഞ്ജുവിന് പറ്റിയത്, ഇവരുടെ വീട്ടിൽ പോകാൻ പോയ ആൾ അവിടെ ചെന്ന് സംഭവിച്ചു. അപ്പം രഞ്ജു ഒരിക്കലും ഫോൺ ഓഫ് ആക്കി ഇരിക്കാൻ പറ്റുന്ന ഒരാളല്ല, ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് വർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്, നല്ലൊരു പ്രോഗ്രാമറാണ്. അപ്പം അദ്ദേഹത്തിന് ഫോൺ ഓഫാക്കി ഒരു നിമിഷം ഇരിക്കാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെ മിസ്സാകണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ട്. ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് കോട്ടയം എസ് പിക്ക് പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം എസ് പിക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ കേസിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ രഞ്ജുവിൻ്റെ അമ്മയും അപ്പനോടെ കൂടി ഇന്ന് പരാതി കൊടുത്തേനെ. അപ്പം എന്നെയും എൻ്റെ സുഹൃത്ത് ഫെബിനെയും നാളെ ആലപ്പുഴ എസ് പി ഓഫീസിലോട്ട് വിളിച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയണം, കാരണം ഇതിനകത്ത് ദുരൂഹതയൊന്നും ഇല്ലയെന്ന് ചിന്തിപ്പിക്കത്ത രീതിയിലാണ് നേരത്തെ വാർത്ത വന്നത്. എന്നാൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി തയ്യാറായത്. ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യണം പോലീസ്. ചോദ്യം ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഭാര്യയെ ചോദ്യം ചെയ്യണം, ഭാര്യയും ചോദ്യം ചെയ്യണം, അമ്മയും ചോദ്യം ചെയ്യണം. കാരണം 6 മാസത്തിന് ശേഷം ഭാര്യയെ കാണാൻ പോകുന്ന ആളുടെ ഭാര്യ അടുത്ത് ചെല്ലണമല്ലോ. അപ്പോൾ എന്നോട് ഈ പെൺകുട്ടി സംസാരിച്ചു ഫോണിൽ കൂടെ. ഞാൻ ചോദിച്ചു ആരെയാണ് വിളിച്ചത്, അപ്പോൾ അമ്മയാ സംസാരിച്ചെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അമ്മ ദേഷ്യപ്പെട്ടായിരുന്നോ? ദേഷ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷം എൻ്റെ അടുത്ത് അന്നേരം ജമൽസൺ ഉണ്ട്. ജമൽസൺ പറഞ്ഞത് ഇവനെ കാണാതായതിനു ശേഷം ഈ അമ്മ വിളിക്കുമ്പോഴും പറയുന്നത് രഞ്ജുവിൻ്റെ കുറ്റമാണ്. രഞ്ജുവിൻ്റെ കുറ്റമാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ മീഡിയയോട് പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലെന്നാണ്. അതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഈ നാട്ടുകാരെല്ലാവരും ഞങ്ങളറിയാവുന്ന ആളുകളെല്ലാം ചോദിക്കുന്നത് ഇവർ നിരന്തരം പ്രശ്നമുള്ളത് എന്താ, അത് മാത്രം എന്താ മീഡിയ വരാത്തത്, ഇവളെ ചോദ്യം ചെയ്യാത്ത എന്താ പോലീസ്? ഇതിങ്ങനെയാണ് എല്ലാവരും പുറമെയുള്ള സംസാരം ചോദ്യങ്ങളും. അതുകൊണ്ടാണ് ഞങ്ങളത് നേരിട്ട് പറയാൻ പറ്റുമോ. ഞങ്ങൾക്കിപ്പം ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റുന്നില്ല, ആലപ്പുഴയ്ക്ക് നാളെ പോകും. ഇന്ന് ഫോണിൽ കൂടെ മൊഴി കൊടുത്തിട്ടുണ്ട്, നാളെ നേരിട്ട് പോയി മൊഴി കൊടുക്കും. പക്ഷേ ഈ വിഷയം ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പ്രശ്നം തീർക്കാൻ. ഇവളുടെ അമ്മ ഇവർ തമ്മിൽ കാണാൻ ഇരിക്കാനോ സമ്മതിക്കത്തില്ല ആ സ്ത്രീ. അങ്ങനെ ഇവർക്ക് ഇരിക്കാൻ സഹമില്ലാത്തതുകൊണ്ട് എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇവർ മണിക്കൂറുകൾ 2-3 മണിക്കൂർ എൻ്റെ സ്റ്റുഡിയോ ഇരുന്ന് അങ്ങനെ അന്നാണ് ഞാൻ അറിയുന്നത് ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടെന്നുള്ള വിവരം. അപ്പോൾ അത് വീട്ടിലിരുന്ന് മരുമോൻ അവരുടെ വീട്ടിൽ പോയിരുന്നല്ലേ സംസാരിക്കണ്ടേ, ആ സ്ത്രീയെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതൊരു വിഷയമല്ലേ അതല്ല. അവന് കോട്ടയത്തോട്ട് ഇവളെ കൂട്ടിക്കൊണ്ട് വരത്തില്ല, അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ കാണാനും സമ്മതിക്കത്തില്ല. അപ്പോൾ പ്രശ്നങ്ങൾ 10 വർഷം മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത്. അതിനുശേഷമാണ് ഈ 2015 ജൂണിലാണ് ഈ സംഭവം നടക്കുന്നത്, അടി നടക്കുന്നത്. ജൂൺ 2-ാം തീയതിയാണ് മാലിക്കൽ വെച്ച്. ഞാൻ അന്നേരം സ്പോട്ടിലുണ്ട്. അതിനുശേഷമാണ് ഇവനെ പൂട്ടിയിട്ടത്. 2 ദിവസം പൂട്ടിയിട്ടു. 2 ദിവസം പൂട്ടിയിട്ട് ഭക്ഷണം കൊടുത്തില്ല. അതിനിടയ്ക്ക് വേറെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കേസുണ്ട്, ചേട്ടൻ എന്നത്തെ ഇടപെട്ടാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായിട്ട് ഇതെല്ലാം മറിച്ച് വെച്ചിട്ട് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ എന്തോ കാര്യമുണ്ട്. അപ്പോൾ ഈ ജീനെ ചോദ്യം ചെയ്താൽ കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ട് അവിടം വരെ ചെന്നാൽ ഡൈവേർട്ടായി പോയെന്ന് അറിയണമെങ്കിൽ ജീനെ പോലീസ് ചോദ്യം ചെയ്യണം. തിരുവനന്തപുരം വരെ എത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം സത്യം പറഞ്ഞാൽ ഇവൻ വിളിച്ചു, രഞ്ജു ജമൽസിനെ വിളിച്ചു. അപ്പോൾ തന്നെ ഭാര്യയെ വിളിച്ചു, ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അത് ഭാര്യ പറയുന്നതാണ്. എന്നെ വിളിച്ചിരുന്നു, ഫോൺ ഓഫായി പോകുന്നു പറഞ്ഞു എന്ന് പറയുന്നതാണ്. വിളിച്ചു കാണും, വിളിച്ചിട്ടുണ്ട്. അമ്മായിയമ്മ സംസാരിച്ചു. അമ്മായിയമ്മ എന്താ സംസാരിച്ചത് നമുക്കറിയില്ല. ദേഷ്യപ്പെട്ടോ ഭീഷണിപ്പെടുത്തിയോ വന്ന കൊന്നുകളെന്ന് പറഞ്ഞു, ഇതൊന്നും നമുക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ടാണ് രഞ്ജു ഇവിടുന്ന് പോയത്. ഞാൻ പോയാൽ അവരെന്നോട് എന്നെ കൊല്ലും എന്നാണ് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. ഇതെല്ലാം ദുരൂഹത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇവൻ മരണഭയം ഉണ്ടായിരുന്നു, അതാണ് സത്യം. അവൻ വാട്സപ്പിലെ എബോട്ടിലൊക്കെ കിടക്കുന്നത് അങ്ങനെയാണ്. മരണഭയം നന്നായിട്ടുണ്ട്. കാരണം ആ വീട്ടിൽ ചെന്നാൽ അവരെന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ്. രഞ്ജുവിനെ നന്നായിട്ട് അറിയായിരുന്നു. അതാണ് ഞങ്ങളുടെ സംശയം. അത് പുറത്തു വരണം.